ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 10ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററിനെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ചാപ്റ്ററിന്റെ പേര് സീസൺസ് ആൻഡ് ടൈം, ഋതുഭേദങ്ങളും സമയവും. 2 സെക്ഷനായിട്ടാണ് നമുക്ക് ഈ പാഠത്തെ പഠിക്കാനുള്ളത്. ഒന്ന് സീസൺസ്, എങ്ങനെയാണ് നമ്മുടെ ഭൂമിയിൽ സീസൺസ് ഉണ്ടാവുന്നത് എന്നതിനെ കുറിച്ചും. രണ്ടാമത്തത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തെയും മറ്റു രാജ്യങ്ങളുടെയും സമയം ഒരുപോലെയല്ല അല്ലേ. ഓരോ രാജ്യങ്ങളുടെയും സമയം എങ്ങനെയായിരിക്കും, വ്യത്യസ്തമായിരിക്കും. എങ്ങനെയാണ് ഈ സമയങ്ങളിലുള്ള ഈ വ്യത്യാസം ഉണ്ടാകുന്നതെന്നുമാണ് ഈ പാഠത്തിൽ പ്രധാനമായും നമ്മൾ പഠിക്കുന്നത്. സീസൺസ് ആൻഡ് ടൈം. ഒന്നാമതായിട്ട് സീസൺസ് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ എർത്തിന്റെ റൊട്ടേഷൻ, 2 റെവല്യൂഷൻ. റൊട്ടേഷനും അതേപോലെ എന്താണ് റെവല്യൂഷൻ. എന്താണ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ ഭ്രമണം, ഭൂമിയുടെ ഭ്രമണം. ഭൂമിയുടെ ഭ്രമണം എന്ന് വെച്ചാൽ ഭൂമി, അതായത് തന്റെ എർത്ത് ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റൊട്ടേഷൻ അല്ലെങ്കിൽ ഭ്രമണം എന്ന് പറയുന്നത്. ഈ റൊട്ടേഷന്റെ ഫലമായിട്ട് തന്റെ സ്വന്തം അച്ചുതണ്ടിൽ ഭൂമി റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നത്, ഡേയും നൈറ്റുകൾ ഉണ്ടാകുന്നത് അല്ലേ. നമുക്കറിയാം ഒരു റൊട്ടേഷന് വേണ്ട സമയപരിധി എത്രയാണെന്ന് അറിയാമോ? അത് എത്രയാണ്? 23 മണിക്കൂറും 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡുമാണ്. മനസ്സിലായോ? അപ്പൊ എത്രയാണ്? 23 മണിക്കൂറും 56 മിനിറ്റും 4 സെക്കൻഡും കൊണ്ടാണ് ഒരു റൊട്ടേഷൻ എർത്ത് എന്ത് ചെയ്യുന്നത്, പൂർത്തിയാകുന്നത്. നമുക്കറിയാം എർത്തിന് ഒരു ആക്സിസ് ഉണ്ട് അല്ലെ, അച്ചുതണ്ട്. ഈ അച്ചുതണ്ടിൽ എർത്ത് ചുറ്റുന്നതിനെയാണ് അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റൊട്ടേഷൻ എന്ന് പറയുന്നത്. റൊട്ടേഷന്റെ ഫലമായിട്ടാണ് ഭൂമിയിൽ എന്തുണ്ടാവുന്നത്, ഡേയ് അതേപോലെ എന്തും ഉണ്ടാവുന്നത്, ഡേയും നൈറ്റും ഉണ്ടാകുന്നത്. ഇനി അടുത്തതാണ് റെവല്യൂഷൻ അല്ലെങ്കിൽ പരിക്രമണം. നമ്മൾ പറഞ്ഞു ഭൂമി എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഈ എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം സൂര്യനെ ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ എന്ത് ചെയ്യുന്നു ചുറ്റുന്നു. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതായത് ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ എന്തും കൂടി ചെയ്യുന്നു, സൂര്യനെ വലം വയ്ക്കുകയും കൂടി ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ സൂര്യനെ വലം വയ്ക്കുന്നു. ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു, റെവല്യൂഷൻ. റെവല്യൂഷന് വേണ്ട സമയപരിധി എന്ന് പറയുന്നത് എത്രയാണ്? 365 ഡേയ്സും അതേപോലെ 48 മിനിറ്റും 48 മിനിറ്റുമാണ്. പറഞ്ഞ മനസ്സിലായോ? പിന്നെ 48 മിനിറ്റ്. ഓക്കെ, മനസ്സിലായല്ലോ എന്താണ് റൊട്ടേഷനും റെവല്യൂഷനും. എന്താണ് റൊട്ടേഷൻ എന്ന് വെച്ചാൽ എർത്ത് എന്ത് ചെയ്യുന്നു, എർത്ത് തന്റെ സ്വന്തം ആക്സിസിൽ വലം വയ്ക്കുന്നതിനെയാണ്, റൊട്ടേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്, റൊട്ടേഷൻ. റൊട്ടേഷന്റെ ഫലമായിട്ട് ഡേ നൈറ്റ് ഉണ്ടാവുന്നു. ഇനി റെവല്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, എർത്ത് തന്റെ ഓർബിറ്റിൽ ചുറ്റുന്നതിനോടൊപ്പം എർത്ത് തന്റെ ആക്സിസിൽ ചുറ്റുന്നതിനോടൊപ്പം ആരെ വലം വയ്ക്കുകയും കൂടി ചെയ്യുന്നു, നമ്മുടെ സൂര്യനെ സണ്ണിനെ വലം വയ്ക്കുകയും ചെയ്യുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, റെവല്യൂഷൻ എന്ന് പറയുന്നത്. റെവല്യൂഷന്റെ ഫലമായിട്ടാണ് നമുക്കറിയാം ഭൂമിയിൽ സീസൺസ് ഉണ്ടാവുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട സീസൺസ് ഏതൊക്കെ അറിയാം. ഒന്ന് വസന്തം, ഗ്രീഷ്മം, അതേപോലെ ശിശിരം, അതേപോലെ ശരത്ത്, ഹേമന്തം, വർഷകാലം എന്നിങ്ങനെയുള്ള ധാരാളം സീസൺസ് ഉണ്ട്. പക്ഷേ ഭൂമിയിൽ അനുഭവപ്പെടുന്ന സീസൺസ് പ്രധാനമായും 4 എണ്ണമാണ്. ഒന്നേതാണ് സ്പ്രിംഗ് സീസൺ അല്ലെങ്കിൽ വസന്തകാലം, സ്പ്രിംഗ് സീസൺ. 2 ഓട്ടം സീസൺ. അതേപോലെ അറിയാം വിന്റർ, സമ്മർ സീസൺ, അതേപോലെ വിന്റർ സീസൺ. ഇങ്ങനെ 4 സീസണാണ് പ്രധാനമായും ഭൂമിയിൽ അനുഭവപ്പെടുന്നത്. എന്തിന്റെ ഫലമായിട്ട്, എന്തിന്റെ ഫലമായിട്ട്, റെവല്യൂഷന്റെ ഫലമായിട്ട് അനുഭവപ്പെടുന്ന സീസൺസ് എത്രയൊക്കെയാണ്? ഒന്ന് സ്പ്രിങ്, ഓട്ടം, സമ്മർ, അതേപോലെ എന്താണ്
വിന്റർ എന്നിങ്ങനെ 4 സീസൺസ് ആണ് നമ്മുടെ എർത്തിൽ എന്ത് ചെയ്യുന്നത് അനുഭവപ്പെടുന്നത്. നമുക്ക് എങ്ങനെയാണ് ഈ സീസൺസ് ഉണ്ടാകുന്നതിനെ പറ്റി നമുക്ക് എന്ത് ചെയ്യാം ചർച്ച ചെയ്യും. നോക്കാം. അടുത്തായി പറയുന്നത് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് ആണ്. അതായത് അച്ചുതണ്ടിന്റെ സമാന്തരത എന്ന് പറയും. നമുക്കറിയാം ഈ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് വെച്ചാൽ നമ്മുടെ എർത്ത് ആക്സിസ് നമ്മൾ ചിത്രങ്ങളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭൂമിക്ക് ഒരു ചരിവുണ്ട് അല്ലെ. ഭൂമി തന്റെ അച്ചുതണ്ടിൽ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതായത് ഏകദേശം ഈ രൂപത്തിലാണ് നമ്മുടെ എർത്ത് ആക്സിസ് ഇരിക്കുന്നത് അല്ലെ. എങ്ങനെയാണ് ചരിഞ്ഞാണ് ഇരിക്കുന്നത്. എത്രയാണ് ഈ ചരിവെന്നാണ് പറയുന്നത് നോക്കുക. ദ ആക്സിസ് ഓഫ് ദ എർത്ത് ടിൽറ്റ് ആൻ ആംഗിൾ ഓഫ് 66.5 ഓൺ ഓർബിറ്റൽ പ്ലെയിൻ. അതായത് ഏത് രീതിയിൽ പരിക്രമണ വേളയിൽ അല്ലെങ്കിൽ പരിക്രമണ രീതിയിൽ അല്ലെങ്കിൽ ഓർബിറ്റ് ആയിട്ടുള്ള ആംഗിളിൽ ഏകദേശം 66.5 ഡിഗ്രിയാണ് നമ്മുടെ എർത്തിന്റെ എന്തെന്ന് പറയുന്നത് ചരിവ്. എർത്തിന്റെ ചരിവ് ഓർബിറ്റ് പ്ലെയിനിലാണെങ്കിൽ എത്ര ഡിഗ്രിയാണ് 66 ഡിഗ്രിയും അതേപോലെ വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ അതിന്റെ ചരിവ് 23.5 ആണ്. കാരണം മനസ്സിലായോ, 2 രീതിയിലാണ് ചരിവുള്ളത്. ഒന്ന് ഓർബിറ്റ് പ്ലെയിനിലാണെങ്കിൽ ഇതിന് എത്ര ഡിഗ്രി 66 ഡിഗ്രി, വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ ഇതിന് 23.5 ഡിഗ്രിയാണ് എന്തെന്ന് പറയുന്നത് ആംഗിളിൽ ചരിവുണ്ടെന്ന് പറയുന്നത് അല്ലെ. ഈ ചരിവ് ഈ എർത്ത് എപ്പോൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെവല്യൂഷൻ ചെയ്യുമ്പോൾ മുഴുവൻ എർത്തിന് ഈ ഒരു ചരിവ് ഉണ്ടാവും. ഈ ഒരു ചരിവിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. അല്ലാതെ എർത്ത് നേരെ നിൽക്കത്തൊന്നുമില്ല. എർത്ത് എപ്പോഴും എങ്ങനെ ഇരിക്കുള്ളൂ, തന്റെ അച്ചുതണ്ടിൽ ചരിഞ്ഞേ ഇരിക്കത്തുള്ളൂ. ഈ ചരിവ് എങ്ങനെയാണ് അത് എങ്ങനെയാണ് വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ അത് അല്ലെങ്കിൽ വെർട്ടിക്കൽ അല്ല ഓർബിറ്റ് പ്ലെയിനിലാണെങ്കിൽ അത് 66.5 അതേപോലെ വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ അത് 23.5 ആണ് അതിന്റെ ആംഗിളിന്റെ ചരിവ് എന്ന് പറയുന്നത്. ഈ ചരിവ് നോക്കി ദ എർത്ത് മെയിൻറ്റെയിൻ ദ ടിൽറ്റ് ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ. ഈ റെവല്യൂഷനിൽ ഉടനീളം ഈ റെവല്യൂഷൻ സംഭവിക്കുമ്പോൾ മുഴുവൻ എർത്തിന് ഈ ചരിവുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവും? ഒന്നുകൂടി പറയാം. The axis of Earth tilted an angle of 66.5 in ഓർബിറ്റ് പ്ലെയിൻ. ഓർബിറ്റ് പ്ലെയിനിൽ നമ്മുടെ എർത്ത് ആക്സിസിന്റെ ചരിവ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ് 66.5 ഡിഗ്രിയും അതേപോലെ വെർട്ടിക്കൽ പ്ലെയിനിലാവുമ്പോൾ ഇതിന്റെ ചരിവ് 23.5 ആണ്. എത്രയാണ് 23.5. ഈ ചരിവ് തന്റെ റെവല്യൂഷൻ നടക്കുന്ന സമയം മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട് എർത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ചരിവിനെ നിലനിർത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. ഇങ്ങനെ ചരിവ് നിലനിർത്തുന്നത് കൊണ്ട് തന്നെ സൂര്യപ്രകാശം നമ്മുടെ ഭൂമിയിലെ സൂര്യപ്രകാശം നമ്മൾ പണ്ട് തൊട്ടേ പഠിക്കുന്നത് എർത്ത് നമ്മുടെ ഇക്വേറ്ററിന് നേരെ മുകളിലാണ് എപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് ഈ ഭാഗത്ത് എപ്പോഴും ചൂട് കിട്ടുന്നു എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാവും ഭൂമിയിൽ എല്ലായിടത്തും എങ്ങനെയല്ല ഒരുപോലെയല്ല സൂര്യപ്രകാശം ലഭിക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ മാത്രമല്ല എന്ത് ചെയ്യുന്നത് സൂര്യപ്രകാശം ഒരേപോലെ ലഭിക്കുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഭൂമിയിലെ ഈ പാരലലിസം ഓഫ് എർത്ത് ആക്സിസിന്റെ ഫലമായിട്ടുള്ള സൂര്യന്റെ മാറ്റത്തെ കുറിച്ചാണ്. അതായത് ഭൂമിക്ക് ചരിവുണ്ട് അല്ലെ. ഭൂമി തന്റെ അച്ചുതണ്ടിൽ ചരിഞ്ഞാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരിവിന്റെ ഫലമായിട്ട് നമ്മുടെ സൂര്യന്റെ സ്ഥാനത്തിൽ എന്ത് ചെയ്യാറുണ്ട് മാറ്റങ്ങൾ ഉണ്ടാകാറുണ്ട്. സൂര്യൻ നമ്മൾ പറഞ്ഞു ഇക്വേറ്ററിന് മുകളിലാണ് ഇരിക്കുന്നതെന്നാണ് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിരുന്നത്. അല്ല, ഇക്വേറ്ററിന് മുകളിൽ മാത്രമല്ല സൂര്യൻ പല ഭാഗങ്ങളിലായിട്ട് എന്ത് ചെയ്യാറുണ്ട് കാണപ്പെടാറുണ്ട്. സൂര്യന്റെ ഈ മൂവ്മെന്റിന് കാരണമാണ് ഒന്ന് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് അല്ലെങ്കിൽ ഭൂമിയുടെ ചരിവ് എങ്ങനെ അല്ലെങ്കിൽ അച്ചുതണ്ടിന്റെ ചരിവ്. എങ്ങനെയാണ് അച്ചുതണ്ടിന്റെ ചരിവ്? ഓർബിറ്റ് പ്ലെയിനിൽ അതായത് ഭൂമി പരിക്രമണം ചെയ്യുന്ന ആ രീതിയിൽ ഓർബിറ്റ് പ്ലെയിനിൽ ഇത് 66.5 അതേപോലെ വെർട്ടിക്കൽ പ്ലെയിനിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇത് എത്ര ഡിഗ്രിയാണ് 23.5. ഇത് നോക്കിയാൽ എത്രയാണ് 23.5 ഡിഗ്രിയാണ് ഇതിന്റെ എന്തെന്ന് പറയുന്നത് ചരിവ്. അതുകൊണ്ട് ഈ ചരിവ് എർത്ത് മെയിൻറ്റെയിൻ ദ ടിൽറ്റ് ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ. ഈ റെവല്യൂഷനിൽ ഉടനീളം റെവല്യൂഷൻ സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു ഈ ചരിവ് റെവല്യൂഷൻ സംഭവിക്കുമ്പോൾ എന്താണ് ഈ ചരിവ് അതേപോലെ നിലനിർത്തുന്നത് കൊണ്ട് തന്നെ ചരിവ് നിലനിർത്തുന്നതിനാണ് എന്തെന്ന് വിളിക്കുന്നത് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് വെച്ചാൽ ഓർബിറ്റ് പ്ലെയിനിൽ എർത്തിന്റെ ചരിവ് 66.5. ഇനി വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ എർത്തിന്റെ ചരിവ് എത്രയാണ് 23.5 ആണ്. ഈ ചരിവ് എർത്തിന്റെ റൊട്ടേഷനിൽ ഉടനീളം സണ്ണ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു പാരലലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് വിളിക്കുന്നു.
ഇതുവരെ പറഞ്ഞിരുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ പറഞ്ഞു നമ്മുടെ ഇക്വേറ്ററിന് നേരെ മുകളിലാണ് നമ്മുടെ സൺ കാണപ്പെടുന്നതെന്നാണ് നമ്മൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തിരുന്നത് പഠിച്ചിരുന്നത്. അത് ആ രീതിക്ക് ഒരു മാറ്റം വരികയാണ്. നോക്കുക, അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ, അതായത് സൂര്യന്റെ അയനം, സൂര്യന്റെ സ്ഥാനമാറ്റത്തെ കുറിച്ചാണ് ഇത് പറയുന്നത്. നോക്കാം, പാലിസം മെയിൻറ്റെയിൻ ത്രൂ ഔട്ട് ദ റെവല്യൂഷൻ. നമ്മൾ പറഞ്ഞു എർത്ത് എന്താണ്, ഈ പാലിസം തന്റെ റെവല്യൂഷനിൽ മുഴുവൻ അതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യും. അതായത് എർത്ത് എപ്പോഴൊക്കെ റൊട്ടേറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ എർത്തിന്റെ റൊട്ടേഷൻ സമയത്ത് മുഴുവൻ എർത്തിന് എന്തുണ്ട്, ചരിവുണ്ട്. ഈ ചരിവ് എന്ത് ചെയ്യുന്നില്ല, മാറുന്നില്ല. അപ്പോൾ ഈ ചരിവ് എന്താണ്, തന്റെ റെവല്യൂഷനിൽ മുഴുവൻ എന്ത് ചെയ്യുന്നുണ്ട്, എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദ പൊസിഷൻ ഓഫ് ദ സൺ റിലേഷൻ ടു ദ എർത്ത്, അതായത് സൂര്യന്റെ പൊസിഷനിൽ എന്തുണ്ടാവുന്നുണ്ട്, ചെറിയ നോക്കി സ്ഥാനമാറ്റം ഉണ്ടാവുന്നു. ടു ദ എർത്ത് വേരീസ് apparently between Tropic of Cancer and Tropic of Capricorn. അതായത് നമുക്കറിയാം പ്രധാനപ്പെട്ട ലാറ്റിറ്റ്യൂഡ് ലൈൻസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഇക്വേറ്റർ, ട്രോപ്പിക് ഓഫ് ക്യാൻസർ, 23.5 നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതേപോലെ 23.5 സൗത്ത് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ, 66.5 നോർത്ത് ആർട്ടിക് സർക്കിൾ, 66.5 സൗത്ത് അന്റാർട്ടിക് സർക്കിൾ, 90 ഡിഗ്രി നോർത്ത് പോൾ, 90 ഡിഗ്രി സൗത്ത് പോൾ. ഇത്രയുമാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡ്സ്. ഈ ലാറ്റിറ്റ്യൂഡ്സിൽ നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്കും എർത്ത് അല്ലെങ്കിൽ നമ്മുടെ സൺ എന്ത് ചെയ്യാറുണ്ട്, മൂവ് ചെയ്യാറുണ്ട്. അതിന് കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു എർത്ത് ആക്സിസിന് എന്തുണ്ട്, അല്ലെങ്കിൽ എർത്തിന് എന്തുണ്ട്, ചരിവുണ്ട് അല്ലെ. എങ്ങനെയാണ്? വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ അത് 66.5, ഓർബിറ്റ് പ്ലെയിനിലാണെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടാണെങ്കിൽ അത് 23.5, ഓർബിറ്റ് പ്ലെയിനിലാണെങ്കിൽ അത് എത്രയാണ്, 66.5 ആണ്. ഈ ചരിവ് തന്റെ റെവല്യൂഷനിൽ മുഴുവൻ എർത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അതേ കണക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്, സണ്ണിന്റെ മൂവ്മെന്റ് ഉണ്ടാവുന്നു. സണ്ണിന് എന്ത് ചെയ്യുന്നുണ്ട്, അപ്പാരന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ്മെന്റ് ഉണ്ടാവുന്നു. എങ്ങനെയാണ് മൂവ്മെന്റ് ഉണ്ടാവുന്നത് നോക്കാം. ദ പൊസിഷൻ ഓഫ് ദ സൺ റിലേഷൻ ടു ദ എർത്ത്, സൂര്യന് ഭൂമി തമ്മിലുള്ള ഒരു മൂവ്മെന്റ് എങ്ങനെ varies apparently between Tropic of Cancer and Tropic of Capricorn. Tropic of Cancer നും കാപ്രിക്കോണിനും ഇടയിൽ നമ്മുടെ സണ്ണിന് എന്തുണ്ടാവുന്നു, മൂവ്മെന്റ് ഉണ്ടാവുന്നു. സണ്ണിന്റെ ഈ മൂവ്മെന്റിനെയാണ് എന്ന് വിളിക്കുന്നത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറയുന്നത്. സൂര്യന്റെ അയനം. എന്തുകൊണ്ടാണ് സൂര്യൻ മൂവ്മെന്റ് ചെയ്യുന്നത്, ഇങ്ങനെ മാറ്റം വരുന്നത്? അത് ഒരു കാര്യമേ ഉള്ളൂ, എന്താണ്, പാലിസം ഓഫ് എർത്ത് ആക്സിസിന്റെ ചരിവ്. ഈ ചരിവാണ് എന്തിന് കാരണം? സൂര്യന്റെ സ്ഥാനമാറ്റത്തിന് കാരണം. സൂര്യന്റെ സ്ഥാനമാറ്റത്തിന് കാരണത്തിന്റെ ഫലമായി ഓരോ ഭാഗങ്ങളിലും എന്ത് ചെയ്യാൻ സാധിക്കും. നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് കൈവച്ചേക്കുക. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. പേജ് നമ്പർ 9ാമത്തെ പേജിലെ ഏറ്റവും മുകളിലായിട്ട് ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. ആ ചിത്രത്തിൽ നമ്മുടെ സണ്ണ് ഓരോ പൊസിഷനിൽ വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ട, അതായത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിലും കാപ്രിക്കോണിലും അതേപോലെ ഇക്വേറ്ററിലും വരുന്ന ദിവസങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി സീസൺസിന് കാരണമാവുന്ന ഘടകങ്ങളാണ്. നോക്കാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് സീസൺസ്. ഭൂമിയിൽ സീസൺസ് ഉണ്ടാവുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്നാമത്തെ കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമ്മൾ പഠിച്ചത് തന്നെ റെവല്യൂഷൻ. ഒന്നെന്താണ്? റെവല്യൂഷൻ, ഭൂമിയുടെ പരിക്രമണം. ഒരു വർഷമല്ലേ ഈ ഭൂമി, അതിനെല്ലാം ഒരു വർഷം എന്ന് പറയുന്നത്. ഭൂമി എന്ത് ചെയ്യുന്നു, സൂര്യൻ ഒരു വട്ടം ചുറ്റുന്നതാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, റെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഈ റെവല്യൂഷൻ സീസൺസ് ഉണ്ടാവുന്നതിനുള്ള ഒരു കാരണമാണ്. രണ്ടാമത്തത് ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്, അതായത് എർത്ത് ആക്സിസിന്റെ ചരിവ്. എങ്ങനെയാണ് ചരിവ്? ഓർബിറ്റ് പ്ലെയിനിലാണെങ്കിൽ 66.5, വെർട്ടിക്കൽ പ്ലെയിനിലാണെങ്കിൽ 23.5 ആണ് എർത്തിന്റെ എന്തെന്ന് പറയുന്നത് ചരിവ്. അടുത്തത് മൂന്നാമത്തത് നമ്മളിപ്പോ പറഞ്ഞത് തന്നെ എന്താണ്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ, അതായത് സൂര്യന്റെ സ്ഥാനമാറ്റം. നമ്മൾ പറഞ്ഞു ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോണിനും ഇടയ്ക്ക് ഭൂമിയും സൂര്യൻ തമ്മിൽ എന്ത് ചെയ്യാറുണ്ട്, ചെറിയ സ്ഥാനമാറ്റം ഉണ്ടാകാറുണ്ട്. ഈ സ്ഥാനമാറ്റത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ 3 ഘടകങ്ങളാണ് നമ്മുടെ എർത്തില് എന്തുണ്ടാകുന്നതിന് കാരണം, സീസൺസ് ഉണ്ടാകുന്നതിന് കാരണം. ഒന്ന് റെവല്യൂഷൻ, ടിൽറ്റ് ഓഫ് എർത്ത് ആക്സിസ്, അതേപോലെ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. ഇവ എന്തിന് കാരണമാവുന്നു? ഭൂമിയിൽ സീസൺസ് ഉണ്ടാകുന്നതിന് കാരണമാവുന്നു. ഇനി ഭൂമിയിലെ സീസൺസിനെ കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. നമ്മൾ പറഞ്ഞു 3 കാരണങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ നമ്മൾ പറഞ്ഞു. എങ്ങനെയാണ് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സണ്ണ് നമ്മുടെ ഭൂമിയിൽ സംഭവിക്കുന്നതെന്നാണ് പറയുന്നത്. നമ്മുടെ പുസ്തകത്തിലൊരു ചിത്രമുണ്ട്. ഞാൻ പറഞ്ഞ ചിത്രം തന്നെ
ആ ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ചിത്രമാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം ഏതാണ് 0 ഡിഗ്രി ഇക്വേറ്റർ. അടുത്തത് (23.5) നോർത്ത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 സൗത്ത്. നമ്മുടെ ഈ ഇത്ര അക്ഷാംശരേഖകൾ അല്ലെങ്കിൽ ലാറ്റിറ്റ്യൂഡ്സ് പഠിച്ചാൽ മതി. ഇതാണ് പ്രധാനപ്പെട്ടത്. ഒന്നാമത്തെ അതിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് നോക്കണം, മാർച്ച് 21. അടുത്തത് ജൂൺ 21. അടുത്തത് സെപ്റ്റംബർ 23. ഏറ്റവും അവസാനം ഡിസംബർ 22. നോക്കണം, പ്രധാനപ്പെട്ട ഡേറ്റുകളാണ് ഞാൻ കൊടുത്തിരുന്നത്. ഇതൊക്കെ ഈ ചിത്രത്തിൽ കാണിച്ചിരുന്നില്ല, സൂര്യനാണ്, സണ്ണാണ്. നോക്കണം, സണ്ണ് മാർച്ച് 21, ജൂൺ 21, സെപ്റ്റംബർ 23, അതേപോലെ ഡിസംബർ 22. സൂര്യന്റെ എന്താണ് അപ്പാരന്റ് മൂവ്മെന്റ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. മാർച്ച് 21 എവിടെയാണ്, ജൂൺ 21, അതേപോലെ സെപ്റ്റംബർ 23 ആൻഡ് ഡിസംബർ 22. ഓരോ സമയത്തും സണ്ണിന്റെ സ്ഥാനം, പൊസിഷനാണ് ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. നമുക്ക് അറിയാം, ചില ദിവസങ്ങളിൽ പെട്ടെന്ന് എന്ത് ചെയ്യാറുണ്ട്, നേരം ഇരുട്ടാറുണ്ട് അല്ലേ. അതേപോലെ ചില ദിവസങ്ങളിൽ എത്ര അല്ലെങ്കിൽ വൈകിയായിരിക്കും എന്ത് ചെയ്യുന്നത്, സൂര്യൻ അസ്തമിക്കുന്നത്. ചില ദിവസങ്ങളിൽ പെട്ടെന്ന് നേരം വെളുക്കുകയും ചില ദിവസങ്ങളിൽ താമസിച്ച് നേരം വെളുക്കുകയും ചെയ്യും. നമ്മൾ വീടുകളിൽ പറയാറുണ്ട്, പെട്ടെന്ന് ഇന്ന് നേരം ഇരുട്ടിയെന്ന് പറയാറുണ്ട് അല്ലേ. എന്താണ് ഇങ്ങനെ ഒരു വ്യത്യാസത്തിന് കാരണം? അത് ഈ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സണ്ണാണ്, അതായത് സൂര്യന്റെ ഈ സ്ഥാനമാറ്റമാണ്. നമുക്ക് സൂര്യന്റെ സ്ഥാനമാറ്റത്തെ കുറിച്ചും അതുവഴി സീസൺസിനെ കുറിച്ചും നമുക്ക് ഇപ്പോൾ പഠിക്കാം. ഒന്നാമത്തേതായിട്ടാണ് മാർച്ച് 21. ഒന്നാമത്തെ ഡേറ്റ് ആണ് മാർച്ച് 21. മാർച്ച് 21ന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ മാർച്ച് 21നും അതേപോലെ സെപ്റ്റംബർ 23നും രണ്ട് ഡേറ്റ് നിങ്ങൾ കൃത്യമായി ഓർക്കുക. മാർച്ച് 21 അതേപോലെ സെപ്റ്റംബർ 23. ഈ രണ്ട് ഡേയ്സിലും സൂര്യന്റെ സ്ഥാനം ഇക്വേറ്ററിലായിരിക്കും. സൂര്യന്റെ സ്ഥാനം എവിടെയായിരിക്കും? സൂര്യന്റെ സ്ഥാനം ഇക്വേറ്ററിന് നേരെ മുകളിൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും. ഡേ ആൻഡ് നൈറ്റ് ഈക്വൽ ആയിരിക്കും. അത് ഈ ദിവസങ്ങളിൽ എന്തിൻ്റെയും രാത്രിയുടെയും പകലിന്റെയും ദൈർഘ്യം നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഈക്വൽ ആയിരിക്കും. ഈ ദിവസങ്ങളെ വിളിക്കുന്ന പേരാണ് ഇക്വിനോക്സസ്. എന്താണ് ഈ ദിവസങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വിനോക്സസ്. മനസ്സിലാവുന്നുണ്ടോ? ഒന്നുകൂടെ പറയാം, എന്താണ് ഇക്വിനോക്സസ്? മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിൽ സണ്ണിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ എന്ന് പറയുന്നത് ഇക്വേറ്ററിന് നേരെ മുകളിലായിരിക്കും. ഈ ദിവസങ്ങളിൽ നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഡേയും നൈറ്റും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ദിവസങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മൾ ഇക്വിനോക്സസ് അല്ലെങ്കിൽ മലയാളത്തിൽ വിഷുവങ്ങൾ എന്ന് വിളിക്കുന്നു. എന്താണ് ഇക്വിനോക്സസ്? ഒന്നുകൂടി ശ്രദ്ധിക്കുക. മാർച്ച് 21, സെപ്റ്റംബർ 23. ഏതൊക്കെ ഈ ഡേയ്സ് കൃത്യമായി ഓർത്തിരിക്കുക. മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിൽ നമ്മുടെ സണ്ണ് ഏതിന് മുകളിൽ വരുന്നു? ഇക്വേറ്ററിന് നേരെ മുകളിൽ വരുന്നു. ഈ ദിവസങ്ങളിൽ എന്താണ് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും വ്യത്യാസമേ വരുന്നില്ല. നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഡേയും നൈറ്റും എങ്ങനെ ആയിരിക്കും? ഈക്വൽ ആയിരിക്കും. ഡേയും നൈറ്റും ഈക്വൽ ആയിരിക്കും. ഈ ദിവസങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നു. എന്തെന്ന് വിളിക്കുന്നു? ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നു.
നമ്മൾ ഇക്വിനോക്സസ് പറഞ്ഞു. ഇനി അടുത്തതാണ് മാർച്ച് 21 ശേഷം. ശ്രദ്ധിക്കുക, അതായത് മാർച്ച് 21 ശേഷം സണ്ണ് എവിടേക്ക് മൂവ് ചെയ്യുന്നു? നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്യുന്നു. പറഞ്ഞ മനസ്സിലായോ? മാർച്ച് 21 ശേഷം സണ്ണ് എവിടേക്ക് മൂവ് ചെയ്യുന്നു? നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലെ. ഈ ദിവസങ്ങളിൽ മൂവ് ചെയ്യുകയും ജൂൺ 21 സണ്ണ് എവിടെ എത്തും? ജൂൺ 21 സണ്ണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. ജൂൺ 21 പ്രത്യേകം എന്താണ്? നമ്മുടെ സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ശ്രദ്ധിക്കാനുള്ള കാരണം, ഇവിടെ ശ്രദ്ധിക്കുക, ജൂൺ 21 സണ്ണിന്റെ പൊസിഷൻ എവിടെയാണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലാണ്. ഈ ഒരു പീരീഡ് മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ഈ ഒരു പീരീഡിലാണ് നമുക്ക് എന്ത് അനുഭവപ്പെടുന്നത്? സ്പ്രിംഗ് സീസൺ അനുഭവപ്പെടുന്നത്. എന്തനുഭവപ്പെടുന്നു? സ്പ്രിംഗ് സീസൺ. നമ്മുടെ ചെടികള്, പൂക്കൾ ഇതെല്ലാം പൂക്കുന്നതും അതേപോലെ ഫലങ്ങൾ പൂക്കുന്നതും എല്ലാം ഏത് കാലഘട്ടത്തിലാണ്? ഈ ജൂൺ 21 കാലഘട്ടത്തിലാണ്. പറഞ്ഞ മനസ്സിലായോ? അതാണ് സ്പ്രിംഗ് സീസൺ. സ്പ്രിംഗ് സീസൺ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ഈ പീരീഡിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പ്രിംഗ് സീസൺ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ എന്ന് വെച്ചാൽ നമ്മുടെ ഏത് കാലത്തിൽ നിന്ന്? വേനൽക്കാലത്ത് നിന്ന് ശൈത്യകാലത്ത് നിന്ന് വേനൽക്കാലത്തിലേക്കുള്ള മാറ്റം, അല്ലെങ്കിൽ ട്രാൻസിഷൻ ഫ്രം വിന്റർ സീസൺ ടു സമ്മർ സീസണിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സ്പ്രിംഗ് സീസൺ എന്ന് വിളിക്കുന്നത്. ഏത് ദിവസമാണ്? ജൂൺ 21. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ആരെത്തിച്ചേരും? സൺ എത്തിച്ചേരും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നോർത്തേൺ ഹെമിസ്ഫിയറിന്റെ പ്രത്യേകതയാണ് പറയുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലും നൈറ്റ് എങ്ങനെയാണ്? കുറവാണ്. ഡേ എങ്ങനെ കൂടുതലും നൈറ്റ് കുറവ്. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം എന്താണ്, പകലിന്റെ ദൈർഘ്യം, ഡേയുടെ ദൈർഘ്യം കൂടുതലും രാത്രി കുറവുമായിരിക്കും. ഇതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെയെന്ന് പറയുന്നത്? സദേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെ? ഡേ കുറവും നൈറ്റ് കൂടുതലും ആയിരിക്കും. ഇവിടെ സ്പ്രിംഗ് സീസൺ ആണ് അനുഭവപ്പെടുന്നതെങ്കിൽ ഇവിടെ അനുഭവപ്പെടുന്ന സീസൺ ഓട്ടം ആയിരിക്കും. ഇലകൾ പൊഴിയുന്ന ഇലകൾ പൊഴിയുന്ന ഒരു കാലഘട്ടമല്ലേ, ഇതിനെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓട്ടം സീസൺ എന്ന് വിളിക്കുന്നത്. ഇത് ഓപ്പോസിറ്റ് ആണ്. ഈ ജൂൺ 21 എന്ത് സംഭവിക്കുന്നു? അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ സംഭവിക്കുന്നത് നോക്കി. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സണ്ണെത്തുന്ന സമയത്ത് സ്പ്രിംഗ് സീസൺ ആരംഭിക്കുന്നു. സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് ആരംഭിക്കുന്നു? ഓട്ടം സീസൺ ആരംഭിക്കുന്നു. അതേപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലും നൈറ്റ് കുറവാണ്. സദേൺ ഹെമിസ്ഫിയറിൽ ഡേ കുറവും നൈറ്റ് കൂടുതലാണ്. അപ്പോൾ ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സ്പ്രിംഗ് സീസൺ അനുഭവപ്പെടുന്നു. അതേപോലെ അല്ലെങ്കിൽ നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് അനുഭവപ്പെടുന്നു? ഓട്ടം അനുഭവപ്പെടുന്നു. എന്താണ് ഓട്ടം എന്ന് വെച്ചാൽ നമ്മുടെ സമ്മർ സീസണിൽ നിന്ന് വിന്റർ സീസണിലേക്കുള്ള ഒരു ട്രാൻസിഷൻ, അതായത് സമ്മർ സീസണിൽ നിന്ന് വിന്റർ സീസണിലേക്കുള്ള ഒരു മാറ്റത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഓട്ടം സീസൺ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ടു തരം അല്ലെങ്കിൽ സ്പ്രിംഗ് സീസൺ പഠിച്ചാൽ മതി. നമ്മൾ അതിനെ ജൂൺ 21 വെച്ച് പറയാം. അപ്പോൾ എന്താണ്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ ഏത് ദിവസം എത്തുന്നു? ജൂൺ 21. ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ സൺ എത്തുന്ന ഡേ എന്നാണ്? ജൂൺ 21. ഇവിടെ ഈ സമയത്താണ് ഇവിടെ എന്ത് അനുഭവപ്പെടുന്നത്? സ്പ്രിംഗ് സീസൺ അനുഭവപ്പെടുന്നത്. അതേപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലും നൈറ്റ് കുറവുമാണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റൈസ്. മനസ്സിലായോ? ഈ ദിവസത്തെ വിളിക്കുന്ന പേരാണ് സമ്മർ സോൾസ്റ്റൈസ്. പരീക്ഷയ്ക്ക് കൃത്യം ചോദിച്ചിട്ടുണ്ട്. ഇക്വിനോക്സിസും സോൾസ്റ്റൈസും ചോദിച്ചിട്ടുണ്ട്. സോൾസ്റ്റൈസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡേയും നൈറ്റും തുല്യമല്ലാത്ത ദിവസങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഡേയും നൈറ്റും തുല്യമായി വരുന്ന ദിവസങ്ങളെ വിളിക്കുന്ന പേരെന്താണ്? അത് ഇക്വിനോക്സിസ് എന്തെന്ന് വിളിക്കുന്നു? ഇക്വിനോക്സിസ് എന്ന് വിളിക്കുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇക്വിനോക്സിസും സോൾസ്റ്റൈസും. സോൾസ്റ്റൈസ് രണ്ടെണ്ണമാണ് ഉള്ളത്, ഇക്വിനോക്സിസ് ഒന്നേ ഉള്ളൂ. പക്ഷെ ദിവസങ്ങൾ ശ്രദ്ധിക്കുക. ദിവസങ്ങൾ ഏതൊക്കെയാണ്? മാർച്ച് 21, സെപ്റ്റംബർ 23
അതിനെയാണ് ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നത്. ഇനി രണ്ട് തരത്തിൽ സോൾസ്റ്റേസസ് ഉണ്ട്, ഒന്ന് സമ്മർ സോൾസ്റ്റേസും ഒന്ന് വിന്റർ സോൾസ്റ്റേസും. അതിനെ കുറിച്ച് നമ്മൾ പറയാം. അപ്പോൾ അടുത്തത് ഇപ്പൊ നമ്മൾ പറഞ്ഞു ജൂൺ 21 സണ്ണ് നിൽക്കുകയാണ് അല്ലെ. മാർച്ച് 21 തുടങ്ങിയ സണ്ണ് നോർത്തേൺ ഹെമിസ്ഫിയറിലേക്ക് പോയി ജൂൺ 21 എവിടേക്കാണ് ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിൽക്കുകയാണ്. ഇനി സണ്ണിന്റെ മൂവ്മെന്റ് ആണ് പറയുന്നത്. ഇനി എവിടേക്കായിരിക്കും? ജൂൺ 21 കഴിഞ്ഞാൽ സണ്ണിന്റെ സ്ഥാനം പിന്നെ എവിടേക്ക് വരും? സെപ്റ്റംബർ 23 ആകുമ്പോൾ എവിടെ എത്തും? ഇക്വേറ്ററിലേക്ക് എത്തും അല്ലെ. അപ്പോൾ എവിടെ നിന്ന്? ട്രോപ്പിക് ഓഫ് ക്യാൻസറിൽ നിന്ന് സൺ എവിടേക്ക് വരികയാണ്? ഇക്വേറ്ററിലേക്ക് വരികയാണ്. സെപ്റ്റംബർ 23 ഡേറ്റിന്റെ പ്രത്യേകത എന്താണ്? സണ്ണിന്റെ സ്ഥാനം എവിടെയാണ്? ഇക്വേറ്ററിലാണ്. അതുകൊണ്ട് അതിന്റെ പേരെന്താണ്? ഇക്വിനോക്സസ്. ഇക്വിനോക്സസ്. ഇനി എന്താണ് മറ്റു പ്രത്യേകതകൾ? ഒന്ന്, ഡേ നൈറ്റ് എങ്ങനെയാണ്? ഡേ നൈറ്റ് ഈക്വൽ ആണ് അല്ലെ. ഡേ നൈറ്റും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എങ്ങനെയാണോ അതേപോലെ തന്നെ ആയിരിക്കും സദേൺ ഹെമിസ്ഫിയറിൽ. മാറ്റമില്ല. കാരണം സണ്ണിന്റെ സ്ഥാനം നേരെ ഏതിന് മുകളിലാണ്? ഇക്വേറ്ററിന്റെ മുകളിലാണ്. അതുകൊണ്ട് ഡേയും നൈറ്റും എങ്ങനെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഈ ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ഈ പീരീഡ്, ജൂൺ 21 ടു സെപ്റ്റംബർ 23 വരെയുള്ള ഈ പീരീഡിലാണ് നമുക്ക്, അതായത് നോർത്തേൺ ഹെമിസ്ഫിയറിലുള്ളവർക്ക് എന്തനുഭവപ്പെടുന്നത്? സമ്മർ സീസൺ അനുഭവപ്പെടുന്നത്. എന്തനുഭവപ്പെടുന്നത്? സമ്മർ സീസൺ അല്ലെങ്കിൽ വേനൽക്കാലം അനുഭവപ്പെടുന്നത്. പറഞ്ഞ മനസ്സിലായല്ലോ? ഏതാണ്? ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ഈ കാലഘട്ടത്തിലാണ് നമുക്ക് എന്തനുഭവപ്പെടുന്നത്? സമ്മർ സീസൺ എന്ത് ചെയ്യുന്നത്? അനുഭവപ്പെടുന്നത്. പറഞ്ഞ മനസ്സിലായോ? ഒന്നുകൂടി പറയാം. നമ്മൾ പറഞ്ഞു മാർച്ച് 21 മുതൽ അതേപോലെ ജൂൺ 21 വരെയുള്ള ഫസ്റ്റ് കാലഘട്ടം. മാർച്ച് 21 മുതൽ ജൂൺ 21 വരെ സണ്ണിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇക്വേറ്ററിൽ നിന്ന് എവിടേക്ക് പോകുന്നു? ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്നു. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിലേക്ക് പോകുന്ന ഈ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിച്ചത്? സ്പ്രിംഗ് സീസൺ എന്ന് വിളിച്ചത്. ഈ സ്പ്രിംഗ് സീസണിൽ നമ്മൾ പറഞ്ഞു ഇലകൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ ചെടികൾ പൂക്കുന്നതൊക്കെ ഈ കാലഘട്ടത്തിലാണെന്ന് പറഞ്ഞു. അതേപോലെ നമ്മുടെ ജൂൺ 21 ശേഷം സൺ എവിടേക്ക് തിരിച്ചു വരുന്നു? നമ്മുടെ ഇക്വേറ്ററിലേക്ക് തിരിച്ചു വരുന്നു. ഈ കാലഘട്ടത്തെ നമ്മൾ എന്തെന്ന് വിളിച്ചത്? സമ്മർ സീസൺ എന്ന് വിളിച്ചത്. ഇതിൽ ഡേ നൈറ്റ് പറഞ്ഞു. ഈ സമയത്ത് മുഴുവൻ നോക്കുക, മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ഈ കാലഘട്ടം, ഏകദേശം ഈ 6 മാസക്കാലം സൺ എവിടെയാണ്? സണ്ണ് നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് അല്ലെ. സണ്ണിന്റെ സ്ഥാനം മുഴുവൻ നോർത്തേൺ ഹെമിസ്ഫിയറിലാണ്. അതുകൊണ്ട് ഈ സമയങ്ങളിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലും സദേൺ ഹെമിസ്ഫിയറിൽ ഡേ കുറവുമായിരിക്കും. പറഞ്ഞ മനസ്സിലായോ? ഏത്? മാർച്ച് 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ഈ കാലഘട്ടത്തിൽ സണ്ണിന്റെ സ്ഥാനം മുഴുവൻ എവിടെയാണ്? നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താ ചൂട് അല്ലെങ്കിൽ ഡേ എന്തായാലും കൂടുതലും, നൈറ്റ് എങ്ങനെയായിരിക്കും? കുറവുമായിരിക്കും. നമ്മളത് പറഞ്ഞു. ഇനി ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലഘട്ടമാണ്. സെപ്റ്റംബർ 23 സണ്ണ് തിരിച്ചെത്തുന്ന നമ്മൾ ഇക്വിനോക്സസ് എന്ന് വിളിച്ചു. ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ഈ കാലഘട്ടത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് സമ്മർ സീസൺ. എന്താണ്? വേനൽക്കാലം നമുക്ക് അനുഭവപ്പെടുന്നത് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള ഈ കാലഘട്ടത്തിലാണ്. അടുത്തത് സെപ്റ്റംബർ 23 ശേഷം സൺ എവിടേക്ക് മൂവ് ചെയ്യുന്നു? സണ്ണിന്റെ സ്ഥാനം എവിടേക്ക് പോകുന്നു? സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്നു. സെപ്റ്റംബർ 23 ശേഷം സൺ എവിടേക്ക് പോകുന്നു? സദേൺ ഹെമിസ്ഫിയറിലേക്ക് പോകുന്നു. ഡിസംബർ 22 സൺ എവിടെ എത്തുന്നു? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലെത്തും. പറഞ്ഞ മനസ്സിലായ? സെപ്റ്റംബർ 23 ആരംഭിച്ച് ഡിസംബർ 22 ആകുമ്പോൾ എവിടെ എത്തുന്നു? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലെത്തുന്നു. ഡിസംബർ 22 സണ്ണ് എവിടെ എത്തുന്നു? ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിൽ എത്തുന്നു. ഈ കാലഘട്ടത്തെയാണ്, ഈ ദിവസത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? വിന്റർ സോൾസ്റ്റൈസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ 2 സോൾസ്റ്റൈസ് പഠിച്ചല്ലേ? ഏതൊക്കെയാണ്? ഒന്ന് സമ്മർ സോൾസ്റ്റൈസ് ദിവസം ജൂൺ 21. 2 വിന്റർ സോൾസ്റ്റൈസ് ആണെങ്കിൽ എപ്പോൾ? അത് ഡിസംബർ 22. ഇക്വിനോക്സസ് ദിവസങ്ങൾ മാർച്ച് 21 സെപ്റ്റംബർ 23. 2 ദിവസങ്ങൾ. മനസ്സിലായോ? ഒന്നുകൂടെ പറയാം. 2 സോൾസ്റ്റൈസ് ഏതൊക്കെയാണ്? ഒന്ന് വിന്റർ സമ്മർ സോൾസ്റ്റൈസ് ജൂൺ 21, വിന്റർ ഡിസംബർ 22. ഇക്വിനോക്സസ് എത്ര ദിവസങ്ങൾ? മാർച്ച് 21 അതേപോലെ സെപ്റ്റംബർ 23. എന്താണ് ഇക്വിനോക്സസിന്റെ പ്രത്യേകത? ഡേ നൈറ്റും ഈക്വൽ. ഇനി എന്താണ് സമ്മർ സോൾസ്റ്റൈസും വിന്റർ സോൾസ്റ്റൈസും തമ്മിലുള്ള ഡിഫറൻസ്?
സമ്മർ സോൾസ്റ്റൈസിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലായിരിക്കും. അതേപോലെ വിന്റർ സോൾസ്റ്റൈസിലാണെങ്കിൽ എന്തായിരിക്കും നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും കൂടുതൽ ഡേ കൂടുതൽ. ഇതോ നോക്കാം, ഡേ എങ്ങനെ ഡേ കൂടുതൽ എവിടെ വിന്റർ സദേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതൽ നൈറ്റ് കുറവ്. ഓപ്പോസിറ്റ് ആയിട്ട് എവിടെ പഠിക്കുക, നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ കുറവ് നൈറ്റ് കൂടുതൽ. അതേപോലെ നമ്മൾ പറഞ്ഞു സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെ ഈ കാലഘട്ടത്തിലാണ് സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് അനുഭവപ്പെടുക, സ്പ്രിംഗ് സീസൺ അനുഭവപ്പെടുക. അങ്ങനെയാണെങ്കിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ ആ സമയത്ത് എന്തായിരിക്കും അനുഭവപ്പെടുന്നത്, അതിന്റെ ഓപ്പോസിറ്റ് ഓട്ടം. ഇലകൾ പൊഴിയുന്നതൊക്കെ ഏത് കാലഘട്ടത്തിലാണ്, ഈ ഓട്ടം സീസണിലാണ്. മനസ്സിലായോ? ഇവിടെ സദേൺ ഹെമിസ്ഫിയറിൽ എന്ത് സീസൺ നടക്കും ആ സീസണിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എപ്പോഴും എവിടെ അനുഭവപ്പെടുന്നത്, നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് അനുഭവപ്പെടുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ അനുഭവപ്പെടുന്നത്, സദേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് അടുത്ത പറയാം. നമ്മൾ പറഞ്ഞു ഡിസംബർ 22 സണ്ണിന്റെ സ്ഥാനം എവിടെയാണ്, നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിലാണ്, അല്ലെങ്കിൽ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോണിലാണ്. അതുകൊണ്ട് ഈ ദിവസം നമ്മൾ എന്തെന്ന് വിളിച്ചു, വിന്റർ സോൾസ്റ്റൈസ് എന്ന് വിളിച്ചു. ഇനി ഡിസംബർ 22 ശേഷം സണ്ണിന്റെ അടുത്ത മൂവ്മെന്റ് എവിടേക്കായിരിക്കും, ഇക്വേറ്ററിലേക്കായിരിക്കും അല്ലെ. ഏത് ദിവസം, മാർച്ച് 21 സണ്ണ് എവിടേക്ക് എത്തുന്നു, എവിടെ എത്തുന്നു, നമ്മുടെ ഇക്വേറ്ററിലേക്ക് എത്തുന്നു അല്ലെ. ഈ ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള ഈ കാലഘട്ടത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വിന്റർ സീസൺ എന്ന് വിളിക്കുന്നത്. എന്താണ് വിന്റർ സീസൺ? അപ്പൊ നോക്കുക, എന്താണ് വിന്റർ സീസൺ എന്ന് വെച്ചാൽ ഏത് ദിവസം തൊട്ടാണെന്ന് നോക്കുക, ഡിസംബർ 22 മുതൽ ഏതൊരു മാർച്ച് 21 വരെ, ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെയുള്ള ഈ കാലഘട്ടത്തെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, വിന്റർ സീസൺ എന്ന് വിളിക്കുന്നത്. ഈ വിന്റർ സീസണ് എന്താണ്, വിന്റർ സീസൺ എന്ന് നമുക്കറിയാം. ഈ വിന്റർ സീസൺ ഇവിടെ അനുഭവപ്പെടുകയാണെങ്കിൽ നമ്മുടെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും, അത് ഇവിടെ വിന്റർ സീസൺ ആയി നമുക്ക് എന്തായിരിക്കും, സമ്മർ ആയിരിക്കും. നമുക്ക് സമ്മർ ആണെങ്കിൽ അവർക്ക് എന്തായിരിക്കും, വിന്റർ ആയിരിക്കും. ഇതാണ് അതിന്റെ എന്തെന്ന് പറയുന്നത് വ്യത്യാസം. ഒന്നുകൂടി പറയാം. ഡിസംബർ 22 നോക്കുക, ഡിസംബർ 22 സണ്ണിന്റെ സ്ഥാനം എവിടെയാണ്, സണ്ണിന്റെ സ്ഥാനം നമ്മുടെ ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ ആണ്. ക്യാപ്രിക്കോണിൽ എവിടേക്ക് മൂവ് ചെയ്യുന്നു, ഇക്വേറ്ററിലേക്ക് മൂവ് ചെയ്യുന്നു. ഈ സമയം ഈ ഭാഗത്ത്, അതായത് നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസണും അതേപോലെ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്തുമായിരിക്കും, വിന്റർ സീസൺ. ഈ വിന്റർ സീസൺ അനുഭവപ്പെടുന്നത് എവിടെയാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് കേട്ടോ. നോർത്തേൺ ഹെമിസ്ഫിയറിലാണ് എന്ത് അനുഭവപ്പെടുന്നത്, വിന്റർ സീസൺ അനുഭവപ്പെടുന്നത്. ഈ ഭാഗത്തായിരിക്കും എന്ത് ചെയ്യുന്നത്, വിന്റർ സീസൺ അനുഭവപ്പെടുന്നത്. ഇവിടെ എന്ത് സീസൺ തന്നെയായിരിക്കും, സമ്മർ സീസൺ തന്നെയായിരിക്കും. മനസ്സിലായോ? ഏത് ദിവസങ്ങളിൽ നമ്മളിതെല്ലാം പറയുന്നത് നോർത്തേൺ ഹെമിസ്ഫിയറിനെ ബേസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മനസ്സിലായോ? അത് നോക്കുക, മാർച്ച് 21 മുതൽ ജൂൺ 21 വരെയുള്ള ഈ കാലഘട്ടത്തിൽ എന്താണ് അനുഭവപ്പെട്ടത്, ഈ കാലഘട്ടം സ്പ്രിംഗ് സീസൺ അല്ലെ, സ്പ്രിംഗ് സീസൺ. ആ സമയത്ത് നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ എന്താണ് അനുഭവപ്പെട്ടത്, അവിടെ ഓട്ടം സീസൺ. അടുത്തത് ജൂൺ 21 മുതൽ സെപ്റ്റംബർ 23 വരെയുള്ള കാലഘട്ടത്തിൽ നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്താണ് അനുഭവപ്പെട്ടത്, അപ്പോൾ നമുക്ക് സമ്മർ ആണ് അനുഭവപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ എന്തായിരിക്കും അനുഭവപ്പെടുന്നത്, വിന്റർ അല്ലെ. അടുത്തത് സെപ്റ്റംബർ 23 മുതൽ ഡിസംബർ 22 വരെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ സദേൺ ഹെമിസ്ഫിയറിൽ സ്പ്രിംഗ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, ഓട്ടം. നോക്കി, അതായത് നമുക്ക് ഓട്ടം അനുഭവപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് അനുഭവപ്പെട്ടു, സ്പ്രിംഗ് അനുഭവപ്പെട്ടു. അതേപോലെ ഡിസംബർ 22 മുതൽ മാർച്ച് 21 വരെ ഇവിടെ സമ്മർ സീസൺ, സദേൺ ഹെമിസ്ഫിയറിൽ സമ്മർ സീസൺ. നമുക്ക് എന്ത് അനുഭവപ്പെടും, നമുക്ക് വിന്റർ സീസൺ എന്ത് ചെയ്യുന്നു, അനുഭവപ്പെടുന്നു. മനസ്സിലായോ? അപ്പോൾ ഈ ഡേറ്റുകളെല്ലാം ഓർമ്മിക്കുക. ഈ ഡേറ്റുകൾ ഈ രീതിയിൽ എഴുതി പഠിക്കുന്നതായിരിക്കും നിങ്ങൾ കൂടുതൽ എളുപ്പം. ഒന്നുകൂടെ പറയാം, മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങളിൽ സണ്ണിന്റെ മൂവ്മെന്റ് അല്ലെങ്കിൽ സണ്ണിന്റെ പൊസിഷൻ ഇക്വേറ്റർ നേരെ മുകളിലായിരിക്കും. ഈ ദിവസങ്ങളെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ഇക്വിനോക്സസ് എന്ന് വിളിക്കുന്നത്. ഇനി ജൂൺ 21, ഡിസംബർ 22 രണ്ട് നോക്കാം. ഒന്ന് സമ്മർ സോൾസ്റ്റൈസും, രണ്ട് എന്താണ് വിന്റർ സോൾസ്റ്റൈസും. ജൂൺ 21 നോർത്തേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലും നൈറ്റ് കുറവും. ഡിസംബർ 22 സദേൺ ഹെമിസ്ഫിയറിൽ ഡേ കൂടുതലും നൈറ്റ് കുറവും. മനസ്സിലായോ? ഈ സമയങ്ങളിൽ, ഇതിലെല്ലാ സമയങ്ങളിലും, അതായത് ഈ ദിവസങ്ങൾ ഒഴിച്ച് മാർച്ച് 21, സെപ്റ്റംബർ 23 എന്നീ ദിവസങ്ങൾ ഒഴിച്ച് ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം ഡേ നൈറ്റ് എങ്ങനെയായിരിക്കും, വ്യത്യസ്തമായിരിക്കും. നോർത്തേൺ ഹെമിസ്ഫിയറിൽ എന്ത് അനുഭവപ്പെടുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ അനുഭവപ്പെടുക, സദേൺ ഹെമിസ്ഫിയറിൽ അനുഭവപ്പെടുക. കൃത്യമായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.